അസുഖം ബാധിച്ചതോ രോഗം പരത്താനിടയുള്ളതോ ആയ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കുമെന്ന് തദ്ദേശ മന്ത്രി എം.പി. രാജേഷ്. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും ദയാവധം നടപ്പിലാക്കുക. ABC കേന്ദ്രങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും തെരുവുനായ പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. IPC 186 പൊതുപ്രവർത്തകന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ആരാണെന്നുള്ള വിവരം ഇപ്പൊ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഇപ്പൊ വിവരം ലഭ്യമാണ് ആരെല്ലാം ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്കറിയാം തെരുവുനായ പ്രശ്നം എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ രൂക്ഷമായിരിക്കുന്നതെന്ന്. തെരുവ് നായ ശല്യം റിപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ തെരുവുനായയുടെ കടിയേറ്റ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. ഒരു ദിവസം തന്നെ പലയിടങ്ങളിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മാത്രവുമല്ല, നമുക്ക് അസഹനീയമാകും വിധമുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാവുകയാണ്. വളരെ ക്രൂരമായി മനുഷ്യർ തെരുവുനായ്ക്കളുടെ ആക്രമണം ഏൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പേവിഷബാധയേറ്റ തെരുവുനായയുടെ കടിയേറ്റ് വാക്സിൻ എടുത്തിട്ടും മനുഷ്യർ മരിക്കുന്ന സാഹചര്യവും കണ്ടുകഴിഞ്ഞു. വലിയ രീതിയിലുള്ള എതിർപ്പുകൾ, പ്രതിഷേധം പല കോണിൽ നിന്നും ഉയരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇന്ന് യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷമാണ് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, പലതരത്തിലുള്ള സമ്മർദ്ദം സർക്കാരിന് മേലുണ്ട്. ഒരു നിരന്തര പ്രശ്നമായി തന്നെ ഈ തെരുവുനായ ആക്രമണം തുടർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഉന്നതതല യോഗം ചേർന്നത്. നേരത്തെ തന്നെ അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ഒരു വകുപ്പ് അത് കൂടുതൽ ശക്തിയോടുകൂടി നടപ്പാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. രോഗബാധിതരായിട്ടുള്ള നായ്ക്കളെ കണ്ടെത്തി അത് സർജന്റെ നേതൃത്വത്തിൽ അങ്ങനെ സ്ഥിരീകരിച്ച് അതിനെ ദയാവധത്തിന് വിധേയമാക്കാം. ആ ഒരു വകുപ്പ് പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ അത് ഇപ്പോഴുണ്ടാകുന്ന നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് എത്രമാത്രം പരിഹാരമാകും? പൂർണ്ണമായും പരിഹാരമാകുമെന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും അതൊരു പ്രതീക്ഷയാണ്. കാരണം അത്തരത്തിലുള്ള കുറച്ച് നായ്കൾ പലപ്പോഴും ഈ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള, അതായത് ശരീരത്തിൽ മുറിവുള്ളതോ അല്ലെങ്കിൽ പല അസുഖങ്ങളുള്ള നായ്കൾ വലിയ വയലന്റ് ആകാറുണ്ട്, പലപ്പോഴും അക്രമ സ്വഭാവം കാണിക്കാറുണ്ട്. അത്തരം നായ്കളെയൊക്കെ കണ്ടുപിടിച്ച് ആ രീതിയിൽ സർജന്റെ റിപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ, കേന്ദ്ര നിയമം കൂടി അടിസ്ഥാനപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നായ്കളെ കൊല്ലാം എന്നുള്ളത് തന്നെയാണ്. ദയാവധത്തിനിരയാക്കാമെന്ന്, കൊല്ലാമെന്ന് പറയുന്നില്ല, ദയാവധത്തിനിരയാക്കാമെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനം. തെരുവുനായ പ്രശ്നം സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായി കഴിഞ്ഞ കുറെ നാളുകളായുണ്ട്. ആയിരക്കണക്കിന് പേർക്ക് എല്ലാ മാസവും തെരുവുനായുടെ കടിയേൽക്കുന്ന സംഭവങ്ങളുണ്ട്. വിഷബാധയ്ക്കെതിരെ പ്രതിരോധം കുത്തിവയ്പ് എടുത്തവർക്ക് പോലും മരണം സംഭവിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനത്ത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി കൂടി ഇത് മാറുന്നുണ്ട്. നമുക്കറിയാം, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തന്നെ ഈ തെരുവുനായ പ്രശ്നം കൂടി ചർച്ച ചെയ്യാൻ ഒരു നിയമസഭാ സമ്മേളനം എന്നുള്ളതാണ്. അത്രയധികം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായി ഇത് മാറുന്നു. മലയോര മേഖലയിൽ മാത്രമല്ല, എല്ലായിടത്തും ഇതൊരു തെരുവുനായ പ്രശ്നം വലിയ പ്രതിസന്ധി വരെ സർക്കാർ സൃഷ്ടിക്കുന്നു. നായകൾ പെരുകുന്നു. ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതി, കുട്ടികളെ സ്കൂളുകളിലേക്കൊക്കെ ഒറ്റയ്ക്ക് വിടാൻ കഴിയാത്ത സ്ഥിതി രക്ഷിതാക്കൾക്കുണ്ടാകുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നമായി തെരുവുനായ ശല്യം നിൽക്കുമ്പോൾ അതിനെ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പല വഴികൾ സർക്കാർ ചെയ്തിരുന്നു. ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന ABC രീതി അടക്കം ഈ തെരുവുനായകൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കി അവിടെ അവയെ പാർപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഈ നായകൾക്ക് കണ്ടെത്തി വന്ധ്യീകരിക്കുന്നത്, അത്തരം പല നടപടികൾ ചെയ്തുവെങ്കിൽ ഇപ്പോഴും ആ പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. അവിടെയാണ് സർക്കാർ ഒരു പുതിയ വഴി കൂടി, ഇപ്പോഴും ഈ ABC സംവിധാനവും അതുപോലെ തന്നെ ഈ ഷെൽട്ടർ ഒരുക്കുന്നതും അത്തരം നടപടികൾ തുടർന്നും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ നായ്കളെ ദയാവധത്തിന് കൂടി ഇരയാക്കാനുള്ളൊരു ആലോചന സർക്കാർ നടത്തുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര നിയമത്തിന്റെ കൂടി പിന്തുണയോടുകൂടി എന്നാണ് സർക്കാർ പറയുന്നത്. അത് ആ രീതിയിൽ ഒരു ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അത്രയെങ്കിലും നായകളുടെ എണ്ണം സംസ്ഥാനത്ത് കുറഞ്ഞിരിക്കും, അത്രയെങ്കിലും ഈ നായകളുടെ സംഭവങ്ങൾ കുറഞ്ഞിരിക്കുമെന്ന് തന്നെ സർക്കാരിന്റെ പുതിയ നീക്കം കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് അങ്ങനെ പ്രതീക്ഷിക്കാമെന്നിരിക്കെ തന്നെ ഇതിന്റെ പ്രായോഗികത എന്നത് എത്രമാത്രം സാധ്യമാണ് എന്നത് വലിയ ചോദ്യമായി തന്നെ നമുക്ക് മുന്നിലില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തെരുവുനായ പ്രശ്നം ഡീൽ ചെയ്യാനായി സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നടപടിയും
ഏതൊക്കെ തലങ്ങളിലാണ് എതിർക്കപ്പെടുന്നത്, അവസാനം അതിൻ്റെ ഗതി എന്താകുന്നു എന്നത് പലകുറി കണ്ടിട്ടുള്ളതാണ്. ദയാവധം എന്ന് പറയുമ്പോൾ തന്നെ ഈ മൃഗസ്നേഹികളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുയരും. ഏറ്റവും ആദ്യം ഉയരാൻ പോകുന്ന എതിർപ്പും തടസ്സവും അത് തന്നെയാണ്. അതിനുശേഷം ഇത് സർജനെ കൊണ്ട് സാക്ഷ്യപത്രം തയ്യാറാക്കി ഇതിനെ ദയാവധത്തിന് വിധേയമാക്കുക. അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പാണ് എങ്കിൽ അതിന് ആരൊക്കെ തയ്യാറാകും ഇത്തരം സാക്ഷ്യപത്രം നൽകാൻ എന്ന ഒരു കാര്യം ഉണ്ട്. അത് ഏതൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡം എന്നൊരു വിഷയം വരും. മാത്രവുമല്ല ഇതിനെ പിന്നീട് ദയാവധത്തിന് വിധേയമാക്കാൻ അതിനെ അങ്ങനെ കൊല്ലാനായിട്ടുള്ള ആളുകളെ കിട്ടണം. ഇതൊക്കെയും പല ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള നടപടികളാണ്. അപ്പോൾ ഇതിന്റെ പ്രായോഗികത സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മന്ത്രിയോട് വന്നിരുന്നോ? അതിനെന്തൊക്കെ മറുപടി മന്ത്രിമാർ നൽകി? പ്രായോഗിക പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതിനുള്ള വഴികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഗൈഡ് ലൈനുകൾ കൂടുതൽ ഗൈഡ് ലൈനുകൾ സർക്കാർ തയ്യാറാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ദയാവധത്തിന്റെ പേരിൽ നായകളെ പൂർണ്ണമായും കൊന്നെടുക്കാനൊന്നും സംസ്ഥാനത്ത് കഴിയില്ല. അതിനുള്ള ശ്രമങ്ങളുടെ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ പോകില്ല. മറിച്ച് ഈ കൃത്യമായി ആ രോഗാവസ്ഥയിലുള്ള നായകളെ മാത്രം ഈ ദയാവധത്തിന് ഇരയാക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. അല്ലെങ്കിൽ സ്വാഭാവികമായും തെരുവുനായ ശല്യം പരിഹരിക്കാനുള്ള വഴിയായി ഇതാരെങ്കിലും ഉപയോഗിച്ചാൽ പോലും അത് അത്ഭുതപ്പെടാനില്ല. പക്ഷെ അത് വലിയൊരു പ്രത്യാഘാതങ്ങൾ ആ രീതിയിൽ സർക്കാരിനെതിരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായ ഗൈഡ് ലൈനുകൾ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ ദയാവധവുമായി മുന്നോട്ട് പോകൂ. സർജന്റെ സർട്ടിഫിക്കറ്റ് വേണം. കേന്ദ്ര നിയമമുണ്ട് ഈ നായകളെ കൊല്ലാനും മറ്റും അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ABC കൺട്രോൾ ആനിമൽ ബർത്ത് കൺട്രോളിന് കൂടുതൽ സഹായം സർക്കാർ നൽകാൻ തീരുമാനിച്ചു. 182 പോർട്ടബിൾ യൂണിറ്റുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. 22 ലക്ഷം രൂപ വിലയുള്ള പോർട്ടബിൾ യൂണിറ്റുകളാണ്. ഒരു യൂണിറ്റ് 22 ലക്ഷം രൂപയുള്ള അത്തരം 182 യൂണിറ്റുകൾ കൊണ്ടുവരാനാണ് വാങ്ങാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കും. ഈ വന്ധീകരണവും പലപ്പോഴും ഈ നായകളെ ഒരു സ്ഥലത്ത് എത്തിച്ചു വേണം വന്ധീകരിക്കാൻ. അതിനുള്ള പ്രാദേശികമായ എതിർപ്പുകൾ പലപ്പോഴും സർക്കാരിന് നേരിടേണ്ടി വരാറുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ വരുമ്പോൾ ആളുകൾ അവിടെ സംഘടിക്കാറുണ്ട്. മന്ത്രി പറഞ്ഞത് തെരുവുനായുടെ കടിയേൽക്കാനും പാടില്ല, ഒരു നടപടി എടുക്കാൻ സർക്കാർ സമ്മതിക്കുമില്ല. ആ സമീപനം ശരിയല്ല. അതുകൊണ്ട് തന്നെ അത്തരം ABC കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനെ എതിർപ്പുമായി വരുന്നവർക്കെതിരെ കടുത്ത നടപടികളുണ്ടാകും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പോർട്ടബിൾ യൂണിറ്റുകളൊക്കെ അതിന്റെ ഒരു കൂടുതൽ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. ഏതായാലും ഈ ദയാവധം ഒരു പുതിയൊരു നീക്കമാണ് സർക്കാരിന്റേത്. എത്രത്തോളം അത് വിജയിക്കുമെന്ന് സ്വാഭാവികമായും കണ്ടറിയണം. എന്തിനും വിമർശനം ഉയരുന്ന നാടാണ്, എന്തിനും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയും പ്രതിഷേധങ്ങൾ ഉയർന്നു വരാം. മൃഗസംരക്ഷകരെന്ന് പറയുന്ന ആളുകളും മൃഗസ്നേഹികളും ഒക്കെ ഇതിനെതിരെ രംഗത്ത് വരാം. അതൊക്കെ മറികടന്ന് വേണം സർക്കാരിന് ഈ ഒരു പദ്ധതി നടപ്പാക്കേണ്ടത്. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടായിരിക്കുന്നത് അരുൺ, ഈ ABC കേന്ദ്രങ്ങൾ അതിന്റെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പാണ്. എന്തിനും ഏതിനും മൃഗസംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യന് മൃഗങ്ങളുടെ വില പോലും ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി മാറുന്ന ഘട്ടങ്ങളിൽ പോലും അതിന് തടസ്സം നിൽക്കുന്നു. നിയമാനുസൃതമായി എടുക്കുന്ന നടപടികൾക്ക് പോലും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു കൃത്യമായ മുന്നറിയിപ്പാണോ? ഈ രണ്ട് തീരുമാനങ്ങളും നടപ്പിലാക്കുന്നതിന് എതിരെ അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവർക്കുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണോ ഇന്നത്തെ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മന്ത്രിമാർ നൽകിയത്? അങ്ങനെ വേണം കരുതാൻ. കാരണം സർക്കാരിന് വലിയ വിമർശനം നേരിടേണ്ടി വരുന്നു. ഈ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നത്, ആളുകൾക്ക് കടിയേൽക്കുന്ന ദിവസവും നൂറുകണക്കിന് ആളുകൾക്ക് ഒരു പ്രദേശത്ത് പോലും കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് തന്നെ 10,000-കണക്കിന് ആളുകൾക്കാണ് സംസ്ഥാനത്ത് ആകെ തെരുവുനായയുടെ കടിയേറ്റത്. ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചേ പറ്റൂ. ഈ തെരുവുനായകളുടെ പെറ്റുപരികൾ തടയുന്നതിന് വേണ്ടിയാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്നത്. അത് പക്ഷേ അതിനും ചില സ്ഥലങ്ങളിൽ അതിനൊരു യൂണിറ്റ് തുടങ്ങുമ്പോൾ, ഒരു കേന്ദ്രം തുടങ്ങുമ്പോൾ അതിനെതിരെ വലിയ വിമർശനവുമായി ആളുകൾ വരാറുണ്ട്. സംഘടിച്ചെത്താറുണ്ട്. തങ്ങളുടെ പ്രദേശത്ത് ഇതിന് കഴിയില്ല എന്ന നിലപാടുമായി എത്തുന്ന ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മൃഗസ്നേഹികളുടെ ഒരു ഇടപെടലുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇനി അനുവദിച്ചു കൊടുക്കാനാകില്ല. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഈ ഒരു സർക്കാരിന്റെ ലക്ഷ്യം അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീക്കങ്ങൾ എത്തില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കടുത്ത നടപടികളിലേക്ക് തന്നെ പോകും. ഇത്തരത്തിലുള്ള എതിർപ്പ് ഉയർത്തുന്നവരെ ആ രീതിയിൽ നേരിടും. നിയമപരമായി തന്നെ
നേരിടും. തെരുവ് നായകളുടെ നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. സർക്കാർ അത്തരം നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വേണം. അത് ഒരുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിലൊന്നും കഴിയില്ല നിലപാടുമായി ആരെങ്കിലും എത്തിയാൽ അവർക്കെതിരെ നിയമ നടപടി അടക്കം സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അരുൺ, ഇതൊരു വലിയ പ്രശ്നമാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വർഷമല്ല, ഈ വർഷമോ കഴിഞ്ഞ വർഷമോ തുടങ്ങിയ വർഷമല്ല, വിഷയമല്ല. നിരന്തരം ഇങ്ങനെ തെരുവുനായ ആക്രമണം, അതിനോടൊപ്പം തന്നെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് വന്യജീവി ആക്രമണങ്ങളും. ഈ തെരുവുനായ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ കഴിഞ്ഞ ഈ വർഷം മാത്രം ഏതാണ്ട് 2.5 ലക്ഷം പേർക്ക് തെരുവുനായ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. വാക്സിൻ എടുത്തിട്ടും 21 മരണം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു ഭീതിതമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം മാത്രമല്ല, അത് കുറേ നാളായി ഉള്ള പ്രശ്നവും വലിയ പ്രതിസന്ധിയും തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരം ഒരു യോഗം ചേർന്ന് ഇതുവരെയുള്ള ചട്ടങ്ങൾ തന്നെ വളരെ ഗൗരവത്തോടുകൂടി നടപ്പാക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് നോക്കിയാൽ അതിൽ മുന്നണിക്ക് ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ കൂടി ഒരു കാരണമാണ് എന്ന് നമ്മൾ കാണണം. ജോസ് കെ മാണിയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടും. അരുൺ തന്നെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം എന്ന ആവശ്യം പോലും മുന്നണിക്കകത്ത് നിന്നുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ ശക്തമായ നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാർ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത്? അതുതന്നെയാണ് കാരണം. വലിയ പ്രതിഷേധം, അമർഷം പലയിടത്തും ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെയും സർക്കാരിനെതിരെയും ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല, എന്തുകൊണ്ട് ഇത് തടയാൻ കഴിയുന്നില്ല എന്ന ചോദ്യം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. അവിടെ ഇത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടിയുണ്ട്. അത് ഈ രാഷ്ട്രീയക്കാർ സ്വാഭാവികമായും അവർ പറയുന്ന പല കാര്യങ്ങളും നാട്ടിൽ നിന്ന് ലഭിക്കുന്ന പൾസ് അനുസരിച്ച് കൂടിയാണ്, നാട്ടുകാരുടെ അഭിപ്രായം കൂടി കേട്ടുകൊണ്ടാണ്. അവിടെ ഇത്ര ആവശ്യം വരുമ്പോൾ സ്വാഭാവികം അവർക്ക് മറ്റ് നടപടികളിലേക്ക് വഴികളൊക്കെ തേടേണ്ടി വരും. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടാകാം. ഈ നിയമസഭാ സമ്മേളനം തന്നെ വിളിക്കണം, വന്യജീവി വിഷയം ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ തെരുവുനായ ആക്രമണ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നിയമസഭാ സമ്മേളനം തന്നെ വിളിക്കണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് എം ആണ് മുന്നോട്ട് വച്ചത്. ആ സാഹചര്യം കൂടി സർക്കാർ ഒരുപക്ഷെ പരിഗണിച്ചിരിക്കാം. അതുകൊണ്ടുകൂടിയാകാം ഇത്തരമൊരു യോഗം വളരെ വേഗത്തിൽ സർക്കാർ വിളിച്ചു ചേർക്കുകയും 2 മന്ത്രിമാർ, അത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തദ്ദേശ മന്ത്രിയും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കാനൊക്കെ ഇടയായത് ആ ഒരു സമ്മർദ്ദ തന്ത്രം കൂടി അല്ലെങ്കിൽ സമ്മർദ്ദ നീക്കം കൂടി പരിഗണിച്ച് തന്നെയാകാം എടുക്കുക. ശരി, വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാർ ഈ ഘട്ടത്തിൽ ശക്തമായ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ തന്നെ തയ്യാറെടുത്തിരിക്കുന്നു. പക്ഷേ അതിന് പ്രായോഗികമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു, ഏത് കോണുകളിൽ നിന്നൊക്കെ ഈ നടപടിക്കെതിരെ എതിർപ്പുകൾ ഉയരുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇതിന്റെ നടത്തിപ്പ് എങ്ങനെയാണ്, ഒപ്പം ഈ ABC കേന്ദ്രങ്ങൾക്കെതിരായൊക്കെ ഉയരുന്ന പ്രതിഷേധങ്ങൾ, ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. ആ ഘട്ടങ്ങളിൽ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള നടപടികളിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുമോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന കാര്യവുമാണ്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ